നമസ്കാരം. കലാരവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ചെമ്പുക്കാവിലുള്ള സ്വാതി റെസിഡൻസ് എന്ന ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. പക്ഷെ നമ്മൾ ഇവിടെ വന്നാൽ ഇതൊരു അപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുകയില്ല. ഇന്ന് ജന്മാഷ്ടമിയുടെ ഒരു ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. KMP കൺസ്ട്രക്ഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ പരമേശ്വരൻ സാറിൻ്റെ ഫ്ലാറ്റാണിത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം.
ഇവിടുത്തെ പൂജാമുറിയാണ്. ഈ പൂജാമുറിയിലുള്ള കൃഷ്ണന്മാർക്ക് എല്ലാവർക്കും, പൂജാമുറി അല്ല, ഈ വീട്ടിനുള്ളിലുള്ള എല്ലാ കൃഷ്ണന്മാർക്കും ഒരേ തുണി എടുത്തിട്ടാണ് അവര് ഉടുപ്പ് തുന്നിയിരിക്കുന്നത്. അത് നോക്കിയൊക്കെ എല്ലാം ഒരേ തുണി, നല്ല വെളുത്ത ഉടുപ്പ്, തൊപ്പി, ഷർട്ട്, പാവാട എല്ലാം ഒരേപോലെ തന്നെ. ഇതാ ഊഞ്ഞാലമ്പിൽ കിടക്കുന്ന കൃഷ്ണൻ, അമ്പാടിക്കണ്ണൻ. ഓടക്കുഴല് കണ്ടോ, വലിയ ഓടക്കുഴല് അമ്പാടിക്കണ്ണന്റെ. ശരിക്കൊരു പ്രത്യേക അനുഭവം തന്നെയാണ് ഇവിടെ വരുമ്പോ. ഗണപതിക്കും കൂടി ഉടുപ്പ് തുന്നിയിടിച്ചിട്ടുണ്ട്. ശരിക്കും വന്ന് കാണുന്നെ വേണം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ളൊരു അനുഭൂതിയാണ് ഇവിടെ വരുമ്പോ. ഭഗവാന്റെ ലീലാവിലാസങ്ങൾ, എല്ലാ തരത്തിലുള്ള കൃഷ്ണനെയും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റും. ചേച്ചി ഇവിടെ കൃഷ്ണനെയൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ, എന്ത് ഭംഗിയായിട്ടാ ഈ ഡ്രസ്സ് എല്ലാം ചേച്ചി തന്നെ തുന്നിയിരിക്കണേ? ഞാൻ തന്നെയാണ്. അതെ, എല്ലാ കൃഷ്ണന്മാർക്കും ഒരേ തുണി. വൃന്ദാവനത്തിൽ നിന്ന് തുണി എടുത്തിട്ട് ബൾക്കായിട്ട് കൊണ്ടുവന്നു തരും. ഓർഡർ ചെയ്യും, അവിടെ പോയിട്ട് മേടിച്ചു. അത് ശരി. ഒരേ മെറ്റീരിയൽ എടുത്ത് കട്ട് ചെയ്ത് അളവെടുത്ത് എല്ലാ കൃഷ്ണന്മാർക്കും ഒരേ തുണി ചേച്ചി തന്നെയാണ് എല്ലാം തുന്നുന്നത്. ഈ തലയിലുള്ള ഇത് അതൊക്കെ. പിന്നെ എനിക്ക് ഇതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ മിനി, നമ്മുടെ മിനി അവരും വരും. ഇപ്പൊ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഇതിന്റെ ഡ്രസ് തുന്നത്? 5 മാസമായി. 5 മാസം. എല്ലാ കൃഷ്ണന്മാരുടെയും അളവെടുത്ത് ഓരോന്നോരോന്നായിട്ട് 90 കൃഷ്ണനുണ്ട്. ഇവിടെ കൃഷ്ണന്മാര് പലഹാരമൊക്കെ വെച്ചിരിക്കുന്ന എല്ലാം ഹോം മെയ്ഡ് ആണ്. എത്ര തരം വിഭവം ഉണ്ട്? 56 വെച്ച്, ശമ്പൻ ഭോഗ് വെച്ച്. എല്ലാം വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തന്നെയാണ്. ചേച്ചി എവിടെ നോക്കിയാലും കൃഷ്ണനാ. ചേച്ചിയുടെ കഴുത്തിലും കൂടി അമ്പാടിക്കണ്ണൻ, ശരിക്കും കാല് കുടിക്കുന്ന അമ്പാടിക്കണ്ണനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. ശരിക്കും ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഡിവൈൻ എനർജി തന്നെയാണ്. കൃഷ്ണൻ തന്നെയാണ് എല്ലാ ഭാഗത്തും. നമസ്കാരം. നമസ്കാരം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ശരിക്കും കൃഷ്ണമയാണ്. ശിവേട്ടൻ KMP കൺസ്ട്രക്ഷൻസിന്റെ എല്ലാമാണ്. എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അഷ്ടമിരോഹിണി ഞങ്ങള് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അത് ഓരോ കൊല്ലം കൂടുന്നതോറും കൂടുതൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. തുടക്കത്തിൽ വളരെ ചെറിയ ലളിതമായ രീതിയിലാണ് തുടങ്ങിയത്. ഇപ്പം അത് വളരെ വലിയ രീതിയിലേക്ക് ഓരോ കൊല്ലം കൂടുന്നതോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. അലങ്കാരങ്ങളായാലും ആഭരണങ്ങളായാലും ഭജനയായാലും അതിൻ്റെ സദ്യയുടെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളിലും ഓരോ കൊല്ലം കൂടുന്തോറും ഒരുപടി മുന്നാക്കാണ് പോകുന്നത്. ഭഗവാൻ അത്രയും മുന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, അത്രയ്ക്ക് മുന്നിലേക്ക് കൂടെ നിന്നിട്ട് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം മുമ്പ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങും. ഒരു 100 കൃഷ്ണന് താഴെയുണ്ട്. അപ്പോൾ ഈ ഭഗവാനൊക്കെ കംപ്ലീറ്റ് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലാണ്. വൈഫുണ്ട്, ഞങ്ങളുടെ ഫാമിലിയിലത്തെ മെയിൻ ആളാണ് മിനി എന്ന് പറഞ്ഞാൽ. മിനി വരും. ഇവരൊക്കെ രാത്രി 11 മണി 12 മണി വരെ സ്റ്റിച്ചിങ്ങാണ്, പുറത്തൊന്നും കൊടുക്കില്ല. അതുപോലെ ഈ ചപ്പൻ ഭോഗ് എന്ന് പറയും, 56 ഐറ്റമാണ്. ഈ 56 ഐറ്റവും വീട്ടിൽ മേക്ക് ചെയ്യുന്നത്, ഭഗവാനെ നേദിക്കാനുള്ളത്, പുറമേ നിന്ന് മേടിക്കില്ല. അപ്പൊ അത് വളരെ കുളിച്ച് ശുദ്ധമായി ആചാരത്തോടു കൂടി ഓരോ ദിവസം 4ഉം 5ഉം 6ഉം വിഭവങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ച് ഇന്നത്തെ ദിവസമാണ് അത് കംപ്ലീറ്റ് ഭഗവാന് സമർപ്പിക്കുന്നത്. പിന്നെ വീടിന്റെ ഒരു പ്രധാന കൃഷ്ണന്റെ ഒരു സാന്നിധ്യം ഈ വീട്ടിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് അനുഭവങ്ങൾ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ആ സാന്നിധ്യം ഇനിയും കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി മാക്സിമം ഇതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ആ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമാണ് എൻ്റെ ഫാമിലി ലൈഫിലുള്ള ഡെവലപ്മെൻറ്റ്സും എൻ്റെ ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റ്സും. വൈഫിൻ്റെ വലിയൊരു ഇൻവോൾവ്മെന്റ് ചെറുതല്ല, വലിയൊരു ഇൻവോൾവ്മെന്റ് തന്നെ ഉണ്ട്. അവര് എല്ലാ കൊല്ലവും അഷ്ടമിരോഹിണി കഴിഞ്ഞ പിറ്റേ ദിവസം നടന്ന് ഗുരുവായൂർക്ക് പോകും. തൃശ്ശൂരിന്ന് ഗുരുവായൂർ വരെ നടന്നു പോകും. അതിപ്പോ ആദ്യം ഈ അഷ്ടമിരോഹിണി കഴിഞ്ഞ പിറ്റേ ദിവസമായിരുന്നു.
ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി, കുറച്ച് മാസങ്ങളായിട്ട് എല്ലാ മാസവും ശരി, എല്ലാ മാസവും പോകും. അതിന് ആളുടെ സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം നടക്കാൻ ഞാൻ മനസ്സിലാക്കിയത് ഒരു 15-16 പേരോളം ഗ്രൂപ്പായിട്ട് പോകണം. എറണാകുളത്ത് നിന്ന് 8 പേര് വരുന്നുണ്ട്, മദ്രാസിൽ നിന്ന് വരുന്നുണ്ട്. അവരെല്ലാം ഇവിടേക്ക് വരും. അവര് ഒക്കെ ഇവിടെ വരും. മദ്രാസിൽ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് കമ്മീഷണർ വൈഫാണ് അവർ. അപ്പോ എല്ലാ മേഖലയിലുള്ള ആൾക്കാർ, സാധാരണ രീതിയിലുള്ള ആൾക്കാർ മുതൽ വീട്ടുജോലിക്ക് പോകുന്ന ആൾക്കാർ മുതൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിന്റെ ഭാര്യ വരെ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ ഇതില് ജാതി മതം ഒന്നുമില്ല. ഭഗവാന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു ടീമാണ്, ഭക്തരുടെ ടീമാണ്. അതില് നോ കാസ്റ്റ്. അപ്പൊ അവര് സന്തോഷപൂർവമായിട്ട് പോണു. അവരുടെ നടത്തം അവര് കൃത്യ സമയത്ത് പൂർത്തീകരിക്കുന്നു. അവിടെ നിന്ന് പ്രസാദം കഴിക്കും. അത് കഴിഞ്ഞ് തിരിച്ചെല്ലാവരും തിരിച്ചു വരും. അതോടുകൂടിയിട്ട് അഷ്ടമിരോഹിണിയുടെ സമാപ്തമായി. പിന്നെ ഇതിലൊക്കെ പുറമെ കൃഷ്ണന്റെ ബർത്ത്ഡേ ഞങ്ങൾ ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും. രാത്രി 12 മണിക്ക് എഗ്ലെസ് കേക്ക് മേടിച്ചിട്ട് രാത്രി ഇവിടെ കേക്ക് മുറിക്കും. ആ കേക്ക് മുറി കാണാൻ മിനിമം 50 പേരെങ്കിലും ഇവിടെ ഉണ്ടാവും. ഈ ഭജന കഴിഞ്ഞ് പോവാത്ത ആൾക്കാർ കേക്ക് മുറി കഴിഞ്ഞിട്ട് മാത്രമേ അവർ പോകും. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൊണ്ടും അത് വളരെ നല്ല രീതിയിൽ. ഇവിടെ സർവം കൃഷ്ണമയമാണെന്ന് പറയുന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇവിടെ ഒരു ബക്കറ്റ്, അതിൽ തുരുമ്പ് വന്നിട്ടുണ്ട്. കണ്ടോ? കൃഷ്ണന്റെ രൂപമാണ് ഇവിടെ കാണുന്നത്. രാധയും കൃഷ്ണനുമായിട്ടുള്ള ഈ രൂപം പോലും ഇവിടുത്തെ ഈ ബക്കറ്റിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ശരിക്കും സ്വയംഭൂ ആയിട്ടുള്ള കൃഷ്ണനാണ്. ഇവിടെ എവിടെ നോക്കിയാലും കൃഷ്ണമയാണ്. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. പാഴ്മുളം കണ്ണിൽ നിന്നും പാട്ടിന്റെ പാലാടി ഗോവിന്ദ ഗോകുലാവന നിപുണധരണി ജാരമണ സരസിജാത സംഭവ വിനുത നിഗമന്ദാഹിത പദ സരസിജ ഭുവന ഭരണ ഗോവ. സാറ് ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? ഞാൻ എല്ലാ കൊല്ലവും ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം KM പരമേശ്വരൻ്റെ വീട്ടിൽ വരാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലത, അവർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു പ്രത്യക്ഷ ദൈവമാണ്. നമുക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് വികാരം വരുന്നുണ്ട്. കാരണം അത്രയ്ക്കും അവർ ഭക്തിയോട് കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ശക്തി കൂടിയും ശിവന് കിട്ടുന്നുണ്ടെന്ന് മാത്രം. ഇന്ന് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിവസം നമുക്ക് ഭാരതത്തിലെ എല്ലാ കൃഷ്ണ ക്ഷേത്രത്തിലും ദർശിച്ച ആ ഒരു ഫലം കിട്ടുന്ന ഒരു പ്രതീതി എൻ്റെ മനസ്സിൽ കിട്ടും ഇവിടെ വരുമ്പോൾ. കാരണം അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അവർ അങ്ങനെയാണ് ഒരു 5-6 മാസമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കലും അതിൻ്റെ ഡ്രസ്സ് പിന്നലും
അങ്ങനെ അതിൽ ഇൻവോൾവ്മെൻ്റാണ് അവർ. രാത്രി 12 മണി വരെ അവരിതിൻ്റെ ഇൻവോൾവ്മെൻറ്റിലായിരിക്കും. അവരെപ്പോഴും അവരുടെ മുഖം ശ്രീകൃഷ്ണന്മാരി ചിരിച്ചുകൊണ്ടായിരിക്കും. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വരും അവരുടെ ഭഗവാന്റെ സാന്നിധ്യം ഈ വീട്ടിലുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആള് ഈ KM പരമേശ്വരൻ എന്ന് പറഞ്ഞ KMP കൺസ്ട്രക്ഷന്റെ ആള് ഇന്ന് വലിയൊരു സ്ഥാനത്ത് എത്തിപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് വലിയ വലിയ വീടുകളിലേക്കൊക്കെ മാറി താമസിക്കാനുള്ള ശക്തിയും കഴിവും സമ്പത്തും ഉണ്ട്. പക്ഷെ അദ്ദേഹം ഇവിടെ തന്നെ നിലകൊള്ളുന്നത് ഇവിടെ ശ്രീകൃഷ്ണന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ്. അത് ഞാൻ എപ്പോ വന്നാലും ഞാൻ ഉരുകി പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ബക്കറ്റിലെ ആ രൂപത്തില് തുരുമ്പില് ശ്രീകൃഷ്ണനും രാധയും കൂടിയിട്ട് നിൽക്കുന്ന ആ ഒരു രൂപം. ഞാൻ ഇന്ന് രാത്രി കിടക്കുമ്പോഴും ആ രൂപം എൻ്റെ മനസ്സിൽ വരും. അത്രത്തോളം ഒരു ഭക്തി ഇവിടെ സാന്നിധ്യമുണ്ട്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ തുരുമ്പുള്ള ബക്കറ്റിൽ വന്നിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇത് സ്വയം വന്നതാണ്. സ്വയംഭൂ എന്നൊക്കെ പറയുന്ന അത് ഓരോ കൊല്ലം കൂടുന്തോറും എൻ്റെ ഓർമ്മ ചെയ്യണ ഇത് 3-ാമത്തെ വർഷമാണത്. അപ്പോൾ ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ രൂപം ശക്തിപ്പെട്ടു വരണം, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ശ്രീകൃഷ്ണന്റെ സ്പർശനം തന്നെ അറിയാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാ കൊല്ലവും ദൈവം എനിക്ക് ശക്തി തരും. ഈ ദിവസം എല്ലാ ഇവിടെ വന്ന് ദർശനം നടത്തി പോകാറുണ്ട്. അതിന്റെ ഒരു പവർ എനിക്ക് കിട്ടാറുണ്ട്. നമസ്കാരം. നിങ്ങൾക്ക് ഇവിടെ വന്ന് കണ്ടിട്ടുള്ള ഒരു അനുഭവം എന്താണെന്നൊന്ന് പറയൂ. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ട്, ഒരു സമാധാനമുണ്ട്. അതൊക്കെയാണല്ലോ ഒരു. വരാറുണ്ടോ എല്ലാ കൊല്ലവും? ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമാണ്. മാഡം? ഞാനും ആദ്യമായിട്ടാണ്. പക്ഷെ ഭയങ്കര ഒരു സമാധാനവും പീസ്ഫുൾനെസ്സും ഇവിടെ ഇങ്ങനെ ഒരു ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ഇത് കാണുന്നത്? ഇതിപ്പോ മാഡം സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു എല്ലാം ലത ചേച്ചിയുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യുന്ന. ഇവിടെ ആ ബക്കറ്റിലുള്ളത് കണ്ടോ? ഭയങ്കര അത്ഭുതമായിട്ടുള്ള ഒരു കാര്യമാണത്. ഒരു ഫിഗർ. അതെ കാണാം, കൃഷ്ണനെ കാണാം. മാഡം എങ്ങനെയാണ് ഇവിടെ കണ്ടതിന്റെ ഒരു അനുഭവം? വളരെ ഒരു ഡിവൈൻ ഫീലിംഗ് ആയിരുന്നു. ഈ കൃഷ്ണന്റെ പല രൂപങ്ങളും പല ഭാവങ്ങളും ആയിട്ടുള്ള കൃഷ്ണനെ കണ്ടിട്ട് അത് ആ ഉണ്ണിക്കണ്ണന്റെ എല്ലാം ഭാവങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. അതും ഈ ഡ്രസ്സുകൾ മുഴുവനും ഇവിടുത്തെ മിസ്സസാണ്, അവരാണ് ഒറ്റയ്ക്കിരുന്ന് ഡിസൈൻ ചെയ്തതാണ്, സ്റ്റിച്ച് ചെയ്തത്. അത് വെരി അപ്രീഷിയബിൾ. അത് വളരെ ഇംപ്രസ്, വളരെ ഡിവൈൻ ഫീലിംഗ് ആണ്. പ്ലസ് ദാറ്റ് മ്യൂസിക് ആൻഡ് ആംബിയൻസ് വളരെ നന്നായി. മെഗാസ്റ്റാറുമായ ശ്രീ സുരേഷ് ഗോപി സാറ് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം അദ്ദേഹം അഷ്ടമിരോടിക്ക് അന്നത്തെ ദിവസത്തോടെ വന്നിരുന്നു. കേന്ദ്രമന്ത്രിയായി നമ്മുടെ ഭവനത്തിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ കല്യാൺ സിൽക്സ് ചെയർമാൻ ശ്രീ പട്ടാഭിരാമൻ സ്വാമി ഞങ്ങളുടെ കുടുംബാംഗമാണ്. ഇവരെല്ലാവരും ഇന്ന് ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പരിപാടിയിലായിരുന്നു. അദ്ദേഹം നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം കൂടാണ്ട് നമ്മുടെ ആസാബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ദുബായിൽ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പിന്റെ ചെയർമാനാണ് ഷാരിഖ്. 7500 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമ. പക്ഷെ ഇത് കാണുമ്പോൾ ഭയങ്കര കൊതിയാണ്. എനിക്ക് പൂജാമുറിയിലൊക്കെ കയറിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സ്വാമിയുടെ ചേട്ടൻ്റെ വീട്ടിൽ അവിടുത്തെ ശ്രീരാമനെ വെച്ചിരിക്കുന്ന പൂജാമുറി, അമ്പലത്തിൽ പോയി നമസ്കരിക്കുന്ന ജനം. പത്മനാഭ പാഹി ദ്വിപപചാര, പത്മനാഭ പാഹി ദ്വിപപചാര, പത്മനാഭ പാഹി ദ്വിപപചാര, പത്മനാഭ പാഹി ദ്വിപപചാര.
कलिता